ക്വസ്റ്റ്യൻ നമ്പർ 1. ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അസ്റ്റാറ്റിൻ. ആൻസർ ഓപ്ഷൻ ബി അസ്റ്റാറ്റിൻ. 2. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ത്രികങ്ങൾ എന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഡൊബെ റെയ്നർ. ആൻസർ ഓപ്ഷൻ സി ഡൊബെ റെയ്നർ. 3. ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ മോസ്ലി. ആൻസർ ഓപ്ഷൻ എ മോസ്ലി. 4. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം പ്ലാറ്റിനം. 5. വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ള മൂലകം ഏതാണ്? വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ള മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ജെർമേനിയം. ആൻസർ ഓപ്ഷൻ ബി ജെർമേനിയം. 6. തെറ്റായ ജോഡിയെ കണ്ടെത്തുക. ഗോയിറ്റർ, അയഡിൻ, ഇത്തായി രോഗം, കാഡ്മിയം, വിൽസൺസ് രോഗം, ലെഡ്, ബ്ലാക്ക് ഫുട്ട്, ആഴ്സനിക്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി വിൽസൺസ് രോഗം. ലെഡ് അല്ല, കാരണം കോപ്പർ ആണ്. ബാലൻസ് 3 ഓപ്ഷനും കറക്റ്റ് ആണ്. 7th ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കാർബൺ. ആൻസർ ഓപ്ഷൻ എ കാർബൺ. 8. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ ഡി കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകമാണ് സോഡിയം. ഇത് റോങ് ആണ്. കാലിയം എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകം പൊട്ടാസ്യമാണ്. ഇനി കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകമാണ് യുറേനിയം. ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം 92 ആണ്. നിലവിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള മൂലകങ്ങളുടെ എണ്ണം 118 ആണ്. ഈ 3 ഓപ്ഷൻസും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ. വിദ്യുത് ഋണത ഏറ്റവും കുറഞ്ഞ മൂലകം. വിദ്യുത് ഋണത ഏറ്റവും കുറഞ്ഞ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സീസിയം. വിദ്യുത് ഋണത ഏറ്റവും കുറഞ്ഞ മൂലകം സീസിയം. 10. ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 43. ടെക്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 43 ആണ്. 11. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. ആൻസർ ഓപ്ഷൻ എ സിലിക്കൺ. ആൻസർ ഓപ്ഷൻ എ സിലിക്കൺ. 12. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി റോബർട്ട് ബോയിൽ. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി റോബർട്ട് ബോയിൽ. 13. സ്ഥിരാനുപാത നിയമം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. സ്ഥിരാനുപാത നിയമം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ സി ജോസഫ് പ്രൗസ്. ആൻസർ ഓപ്ഷൻ സി ജോസഫ് പ്രൗസ്. 14. ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകം. ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകം. ആൻസർ ഓപ്ഷൻ സി നിഹോണിയം. ആൻസർ ഓപ്ഷൻ സി നിഹോണിയം.
15 അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. അന്തരീക്ഷത്തിൽ കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ. ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ. 16 മൂലകങ്ങളുടെ രാസപരവും ഭൗതികപരവുമായ ഗുണങ്ങൾ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പ്രസ്താവിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ഹെൻറി മോസ്ലി. ആൻസർ ഓപ്ഷൻ 4 ഹെൻറി മോസ്ലി. 17 കണ്ടുപിടിക്കപ്പെട്ട രണ്ടാമത്തെ കൃത്രിമ മൂലകം. കണ്ടുപിടിക്കപ്പെട്ട രണ്ടാമത്തെ കൃത്രിമ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രൊമിത്തിയം. ആൻസർ ഓപ്ഷൻ ബി പ്രൊമിത്തിയം. 18 IUPACയെ സംബന്ധിച്ച പ്രസ്താവന അല്ലാത്തത് ഏതാണ്? 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രസ്താവന അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി IUPACയുടെ ആസ്ഥാനം വിയന്നയിലാണ്. ഇത് റോങ് ആണ്. IUPACയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ്. ഇനി കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. മൂലകങ്ങൾക്ക് ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേര് നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് IUPAC. IUPAC നിലവിൽ വന്ന വർഷം 1919 ആണ്. ഏറ്റവും ഒടുവിലായി IUPAC പേര് നൽകിയ മൂലകമാണ് ഒഗാനാസെൻ. ഒഗാനാസെൻ. ഈ 3 ഓപ്ഷൻസും കറക്റ്റാണ്. 19 ആധുനിക ആവർത്തന പട്ടികയിലെ S ബ്ലോക്ക് മൂലകങ്ങളെയും P ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ എ പ്രാതിനിധ്യ മൂലകങ്ങൾ. ആൻസർ ഓപ്ഷൻ എ പ്രാതിനിധ്യ മൂലകങ്ങൾ. 20 ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. 21 തെറ്റായ പ്രസ്താവന ഏത്? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഇത് റോങ് ആണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം സീസിയവും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനുമാണ്. ഇനി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ എന്നിവ ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകമാണ് സൾഫർ. ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. 22 തന്നിരിക്കുന്നവയിൽ നൈട്രജൻ കുടുംബത്തിൽ പെടാത്ത മൂലകം ഏതാണ്? തന്നിരിക്കുന്നവയിൽ നൈട്രജൻ കുടുംബത്തിൽ പെടാത്ത മൂലകം ഏതാണ്? ഫോസ്ഫറസ്, ആഴ്സനിക്, സെലീനിയം, ബിസ്മത്ത്. ആൻസർ ഓപ്ഷൻ സി സെലീനിയം. നൈട്രജൻ കുടുംബത്തിൽ പെടാത്ത മൂലകം സെലീനിയമാണ്. 23 തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? തണുത്ത ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വൈറ്റ് ഫോസ്ഫറസ്. ആൻസർ ഓപ്ഷൻ എ വൈറ്റ് ഫോസ്ഫറസ്. പൊട്ടാസ്യം, സോഡിയം എന്നിവ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നു. 24 കൂട്ടത്തിൽ ശരിയായത് കണ്ടെത്തുക. 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടെത്തേണ്ടത്. ആൻസർ ഓപ്ഷൻ ഡി സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് സിലിക്കൺ. ഇത് കറക്റ്റാണ്. ഇനി ബാലൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. റേഡിയോ ആക്ടിവിറ്റി കൂടുതലുള്ള മൂലകം പൊളോണിയം അല്ല, റെഡോൺ ആണ്. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം നൈട്രജൻ അല്ല, ഹൈഡ്രജൻ ആണ്. പിന്നെ തീപ്പെട്ടി കവറിൻ്റെ വശങ്ങളിൽ പുരട്ടുന്ന മൂലകം വൈറ്റ് ഫോസ്ഫറസ് അല്ല, ചുവന്ന ഫോസ്ഫറസ് ആണ്. 25 ജീവികളുടെ DNA, RNA എന്നിവയിൽ കാണപ്പെടുന്ന മൂലകം. ജീവികളുടെ DNA, RNA എന്നിവയിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഫോസ്ഫറസ്. ആൻസർ ഓപ്ഷൻ ബി ഫോസ്ഫറസ്.
26 ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജഡത്വ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഗലീലിയോ. ആൻസർ ഓപ്ഷൻ സി ഗലീലിയോ. 27 ചുറ്റിക കൊണ്ട് ആണി അടിച്ച് കയറുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം. ആൻസർ ഓപ്ഷൻ എ ആവേഗബലം. ആൻസർ ഓപ്ഷൻ എ ആവേഗബലം. 28 ഭൂഗുരുത്വത്തിനെതിരെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഉയരാനുള്ള ദ്രാവകങ്ങളുടെ കഴിവിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി കേശികത്വം. ആൻസർ ഓപ്ഷൻ ഡി കേശികത്വം. 29 ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലം. ആൻസർ ഓപ്ഷൻ ബി ശ്യാനബലം. ആൻസർ ഓപ്ഷൻ ബി ശ്യാനബലം. 30 ലഘുയന്ത്രങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ബലം. ലഘുയന്ത്രങ്ങളിൽ നാം ഉപയോഗിക്കുന്ന ബലം. ആൻസർ ഓപ്ഷൻ സി യജ്ഞം. ആൻസർ ഓപ്ഷൻ സി യജ്ഞം. 31 വലിയ ചെറിയ സമയത്തിൽ അനുഭവപ്പെടുന്ന വലിയ ബലമാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ എ ആവേഗബലം. ആൻസർ ഓപ്ഷൻ എ ആവേഗബലം. 32 ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായി ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും എന്നത് ന്യൂട്ടന്റെ ഏത് ചലന നിയമം ആണ്? ആൻസർ ഓപ്ഷൻ ഡി മൂന്നാം ചലന നിയമം. ആൻസർ ഓപ്ഷൻ ഡി മൂന്നാം ചലന നിയമം. 33 ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. 34 മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഘർഷണ ബലം. ആൻസർ ഓപ്ഷൻ ബി ഘർഷണ ബലം. 35 ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയത് ആരാണ്? ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ. ആൻസർ ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ. 36 ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമെന്താണ്? ആൻസർ ഓപ്ഷൻ എ പ്ലവക്ഷമ ബലം. ആൻസർ ഓപ്ഷൻ എ പ്ലവക്ഷമ ബലം. 37 മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം ഏതുതരം ചലനത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ഡി ഘൂർണന ചലനം. ആൻസർ ഓപ്ഷൻ ഡി ഘൂർണന ചലനം. 38 കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങുന്നു. ഇതിന് കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ചലന ജഡത്വം. ആൻസർ ഓപ്ഷൻ ഡി ചലന ജഡത്വം. 39 ചലിക്കുന്ന ഒരു വസ്തുവിന് അതിൻ്റെ ചലനം തുടരാനുള്ള പ്രവണതയെ എന്ത് വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ജഡത്വം. ആൻസർ ഓപ്ഷൻ ബി ജഡത്വം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40 ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി കത്രിക. ആൻസർ ഓപ്ഷൻ ബി കത്രിക. താങ്ക് യു.